ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കുക്കുംബർ ഉപയോഗിച്ചിട്ട് നമുക്ക് നൈറ്റിൽ തേച്ച് കിടക്കാൻ പറ്റുന്ന നല്ലൊരു സ്കിൻ വൈറ്റനിങ് ക്രീം തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ സ്കിന്ന് നല്ലോണം തിളങ്ങാനും നിറം വെക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി നൈറ്റ് ക്രീമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്കുംബറിൻ്റെ സ്കിൻ ബ്യൂട്ടി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കുക്കുംബർ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മുഖം നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കറുത്ത പാടും കരുവാളിപ്പം എല്ലാം മാറാനും നമ്മുടെ കണ്ണിനടിയിൽ വരെ ഈ ഒരു ക്രീം നമുക്ക് യൂസ് ചെയ്യാം. കണ്ണിൻ്റെ ഉള്ളിലല്ല കേട്ടോ, കണ്ണിനടിയിൽ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലൊന്നും ആവാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കുക്കുംബർ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം, കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ അടിച്ചിരിക്കുന്ന മരുന്നിനെല്ലാം കുറിച്ചിട്ട് ചിന്തിക്കണം. അത്രയും നന്നായിട്ട് തന്നെ നിങ്ങൾ കഴുകണം. കുറച്ച് മഞ്ഞളോ ഉപ്പോ ഇട്ടിട്ട് ഇളം ചൂട് വെള്ളത്തിൽ കഴുകിയാലും സാരമില്ല. നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ തൊലിയോട് കൂടി ഈ കുക്കുംബർ ഇതേപോലെ ഇങ്ങനെ ചെറുകിയെടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ ഒരു കുക്കുംബർ ഞാൻ രണ്ടെണ്ണമാണ് നേരത്തെ കാണിച്ചത്. പക്ഷേ ഞാനത് രണ്ടും എടുക്കുന്നില്ല കേട്ടോ. അത് ആവശ്യാനുസരണം പോരെങ്കിൽ എന്ന് മാത്രമുള്ള രീതിക്കാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത്. നമുക്കിപ്പോൾ ഒരു 10 ദിവസത്തിനെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു അളവിന് ഒറ്റൊരു കുക്കുംബർ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറുകിയെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ നമുക്കതിൻ്റെ നീര് നല്ല കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതേ സ്ഥാനത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുക എന്നാണെങ്കിൽ, മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അടിക്കണം. അടിച്ചാൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നീര് കിട്ടില്ല. അപ്പോൾ ഞാനിത് ഇത്രയും നീരാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂണോളം നീരുണ്ടാവും കേട്ടോ. ഇതിലേക്ക് ഞാൻ കോൺഫ്ലോറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കോൺഫ്ലോർ എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ പൊടിയാണ് കേട്ടോ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. പിന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നേരം അത് പെട്ടെന്നൊന്ന് മിക്സായി കിട്ടും. ഇനി നമുക്ക് ഇതൊരു ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ചൂടാക്കി എടുക്കുന്ന പാത്രം നിങ്ങൾ ഓയിലൊന്നും ഇല്ലാത്ത നല്ല കഴുകി വൃത്തിയാക്കി ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ടുള്ളൊരു പാത്രം വെക്കുക കേട്ടോ. ഈ ഓയിലെല്ലാം പാത്രമൊന്നും യൂസ് ചെയ്യരുത് നിങ്ങൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വളരെ ചെറിയ ഫ്ലെയിം എന്ന് വെച്ചാൽ വളരെ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ അപ്പടെ തന്നെ ഇത് കട്ടയായിപ്പോവും. അങ്ങനെ ആവാൻ പാടില്ല. ചെറിയ ചൂടിൽ ഇങ്ങനെ ഒന്ന് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ പാത്രത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്ന ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയം അപ്പം തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളകി വരുന്ന ആ ഒരു സമയമായി. ഈ ഒരു സമയത്ത് അപ്പം തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ പാത്രത്തിൻ്റെ ചൂടിൽ വേണം പിന്നെ ഇത് ഒന്നൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. അധികം ഓവർ ടൈറ്റ് ആവാൻ പാടില്ല. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ ഒരു രൂപത്തിന് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇത് പാത്രത്തിൽ നിന്ന്, അതായത് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി അതിനുശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ച് കൊടുക്കണം. ചെറുനാരങ്ങ നീര് വെറും ഒരു 2-3 തുള്ളി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിനെ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. എൻ്റെ അടുത്തുള്ള വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചെറിയ ക്യാപ്സ്യൂൾ ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വലിയ ക്യാപ്സ്യൂളുള്ളതാണെങ്കിൽ ഒറ്റ എടുത്താലും മതി. പിന്നെ ഓയിലി സ്കിന്നുള്ളവരെല്ലാം ഒന്ന്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലെല്ലാം ഒറ്റ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കൂടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് അലോവേര ജെൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് വീട്ടിലുള്ള ഉണ്ടാക്കിയ അലോവേര ജെല്ലല്ല, പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാണ്ടിരുന്നത്. എല്ലാം കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അതിൽ മിക്സായി കിട്ടണം. നന്നായി മിക്സായി കിട്ടിയതിന് ശേഷം നിങ്ങളടുത്ത് എയർ ടൈറ്റുള്ള എന്തെങ്കിലും ഒരു ഗ്ലാസ് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിലേക്ക് സൂക്ഷിച്ച് വെക്കുന്നതാണ് നല്ലത്. ഇത് ഷെൽഫ് ലൈഫ് തന്നെ ഒരു 3-4 ദിവസം ഷെൽഫ് ലൈഫ് തന്നെ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 5-6-10 ദിവസമെല്ലാം നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ആദ്യം ചെറിയ അളവിൽ മാത്രം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ നോക്കുക. എന്നിട്ട് മാത്രം വലിയ അളവിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. പിന്നെ
പിന്നെ ഈ ഒരു കുക്കുംബറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അധികം അങ്ങനെ ആയിരിക്കും അലർജി ഒന്നും ഉണ്ടാക്കാത്തതാണ്. എന്നിരുന്നാലും നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. പിന്നെ എല്ലാവരുടെ സ്കിൻ ടൈപ്പും ഒരേപോലെ ആവണമെന്നില്ല. പലരുടെയും പല ടൈപ്പ് സ്കിൻ ടൈപ്പാണ്. ഓരോരുത്തർക്ക് ചിലപ്പോൾ റിസൾട്ട് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് ലേറ്റ് ആവും. അപ്പോൾ അതിനെല്ലാം അനുസരിച്ചിട്ട് വേണം നിങ്ങളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഫേസെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡോട്ടായി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് കഴുകി പിന്നെ കിടന്നാൽ മതി. രാവിലെ കഴുകിയെടുത്താൽ മതി. രാവിലെ കഴുകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് വാഷോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കഴുകിയെടുത്താലും സാരമില്ല. എല്ലാം ഇനി ഇട്ട് വെച്ചിട്ട് കിടക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു 20 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് കഴുകിയിട്ട് കിടന്നാലും മതി കേട്ടോ. പിന്നെ ഇത് ഫേസിൽ വെച്ച് കിടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. നമുക്കൊന്നും പ്രശ്നം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കുക്കുംബറിൻ്റെ ക്രീം ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുക കേട്ടോ. രാത്രി തേച്ചതിന് ശേഷം ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, പുറത്ത് വെക്കുകയാണെങ്കിൽ 2-3 ദിവസം മാത്രമേ അതിന് ഷെൽഫ് ലൈഫ് ഉണ്ടാവും. എന്തെങ്കിലും സ്മെല്ല് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 10 ദിവസമല്ലോ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. തുറന്നിട്ടിട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ നിങ്ങൾ ഇതെടുക്കുന്ന സമയത്ത് ഈർപ്പമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ആ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.